കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ദൈവസന്നിധിയിലേക്ക് നമ്മെ കൂട്ടിവരുത്തിയ കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവദാസന്മാർക്കും വന്ദനത്തെ അറിയിക്കുന്നു. ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഒരവസരം കൂടെ നൽകി തന്നല്ലോ. അതിനുള്ള സ്വാതന്ത്ര്യം നൽകി തന്നല്ലോ. കടന്നു വരുവാനുള്ള ആരോഗ്യവും പ്രാഗൽഭ്യവും പ്രത്യാശയും നമ്മുടെ ഉള്ളിൽ നൽകി തന്നല്ലോ. കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ദൈവസന്നിധിയിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാഗം വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സാം നമ്പർ 150, 150 സങ്കീർത്തനം ചേർന്ന് വായിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്താം. 150 സങ്കീർത്തനം ചേർന്ന് വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. വായിക്കാം. യഹോവയെ സ്തുതിക്കുവീൻ, ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിക്കുവീൻ. അവൻ്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിക്കുവീൻ. അവൻ്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം അവനെ സ്തുതിക്കുവീൻ. അവൻ്റെ മഹിമാധിക്കുന്നതിന് തക്കവണ്ണം അവനെ സ്തുതിക്കുവീൻ. കാഹളനാദത്തോടെ അവനെ സ്തുതിക്കുവീൻ. വീണയോടും കിന്നരത്തോടും കൂടി അവനെ സ്തുതിക്കുവീൻ. തപ്പിനോടും നൃത്തത്തോടും കൂടി അവനെ സ്തുതിക്കുവീൻ. തന്ത്രിനാദത്തോടും കുഴലിനോടും കൂടി അവനെ സ്തുതിക്കുവീൻ. ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടുകൂടി അവനെ സ്തുതിപ്പീൻ. അച്യുതനാദമുള്ള കൈത്താളങ്ങളോടുകൂടി അവനെ സ്തുതിപ്പീൻ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. യഹോവയെ സ്തുതിക്കുവീൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ എന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടുകൂടി അവനെ സ്തുതിക്കുവീൻ. അത്യുച്ചളനാദമുള്ള കൈത്താളങ്ങളോടുകൂടി അവനെ സ്തുതിപ്പീൻ. കാരണം എന്താ? ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. യഹോവയെ സ്തുതിക്കുവീൻ. നമ്മുടെ ഉള്ളിൽ കർത്താവിന്റെ ജീവൻ പകർന്നെങ്കിൽ ഹല്ലേലൂയ. ഒരിക്കൽ മരിച്ചവരായിരുന്ന നമുക്ക് ഉള്ളിൽ ജീവൻ നൽകിയ കർത്താവിനെ ഇന്ന് രാവിലെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ജീവൻ പ്രാപിച്ചവരെല്ലാം ദൈവത്തെ സ്തുതിപ്പാൻ കടപ്പെട്ടവരാണ്. ഹല്ലേലൂയ. നിത്യമരണത്തിലേക്ക് നടന്നടക്കി വരുന്ന നമ്മെ നിത്യജീവനിലേക്ക് കൈ പിടിച്ച് ഉയർത്തിയ കർത്താവിന്റെ ആ സ്നേഹത്തെ ഓർത്ത് രാവിലെയും കർത്താവിനെ നമുക്ക് സ്തുതിച്ച് ചില ഗാനങ്ങൾ പാടി അവിടുത്തെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സ്തുതിക്കും സ്തോത്രത്തിനും പ്രശംസയ്ക്കും എല്ലാം യോഗ്യൻ അവിടുന്ന് മാത്രമാണ്. അതാണ് നാം പാടാൻ പോകുന്ന പാട്ടിന്റെ കോറസ്. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ, ദൈവത്തിൻ കുഞ്ഞാടേ നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങൾക്കെല്ലാം സ്വീകരിപ്പാൻ നീ മാത്രം യോഗ്യൻ. ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ, ദൈവത്തിൻ കുഞ്ഞാടേ നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ, ദൈവത്തിൻ കുഞ്ഞാടേ നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. ദേവാദിദേവൻ നീ രാജാധിരാജൻ, ദൂതന്മാരാ പകൽ വാഴ്ത്തിടുന്നു. മണ്ണിലും പിന്നിലും ആരാധനാം നീ, ഉന്നതനന്ദനൻ നീ യോഗ്യനാം. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ, ദൈവത്തിൻ കുഞ്ഞാടേ നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. സ്വർഗസുഖം വെടിഞ്ഞൻ പാപം തീർപ്പാൻ ദൈവത്തിൻ കുഞ്ഞാടായി ഭൂവിൽ വന്നു. നീ അറുക്കപ്പെട്ടു നിന്നീണം ചിന്തി വീണ്ടെടുത്തന്നെയും നീ യോഗ്യനാ. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ, ദൈവത്തിൻ കുഞ്ഞാടേ നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും
ഹല്ലേലൂയ. അങ്ങ് മാത്രം യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടെ നീ യോഗ്യനാം. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. പാതകർ മധ്യത്തിൽ പാതകരിപ്പോ പാപമായി തീർന്നു നീ ക്രൂശിൽ മേൽ. നീ മരിച്ചു എന്റെ പാപങ്ങൾ പോക്കി. എന്തൊരു സ്നേഹമേ നീ യോഗ്യനാം. നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടെ നീ യോഗ്യനാം. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. നീ എന്നും യോഗ്യൻ. നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടെ നീ യോഗ്യനാം. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. നീ എന്നും യോഗ്യൻ. നമുക്ക് അവരോട് പറയാം, ഹൃദയത്തിൽ നിന്ന്, കർത്താവേ നീ മാത്രം യോഗ്യൻ. അങ്ങ് മാത്രം സ്തുതിക്കും സ്തോത്രത്തിന് യോഗ്യൻ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാൻ. ഒരിക്കൽ കൂടെ പറയാം, ഹല്ലേലൂയ. നീ എന്നും യോഗ്യൻ. നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടെ നീ യോഗ്യനാം. സ്തോത്രം സ്തുതി ബഹുമാനം. ഹല്ലേലൂയ. ഞങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, അങ്ങ് നാമത്തെ മഹത്വപ്പെടുത്തുന്നു. അങ്ങ് മാത്രം യോഗ്യൻ. അങ്ങ് മാത്രം യോഗ്യൻ. അങ്ങ് പരിശുദ്ധൻ. അങ്ങ് പരിശുദ്ധൻ. അങ്ങ് പരിശുദ്ധൻ. അങ്ങ് പരിശുദ്ധൻ. ഹല്ലേലൂയ. 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 Oh, we praise you, Lord. We love you, Lord. We praise you, Lord. We worship you. Hallelujah. Hallelujah. ഞങ്ങളുടെ പുത്രനെ യാഗമായി അർപ്പിച്ചല്ലോ. ഞങ്ങളുടെ പുത്രനെ യാഗമരണത്തിലൂടെ ഞങ്ങളെ അങ്ങയിലേക്ക് നിറപ്പിച്ചല്ലോ. അങ്ങ് യോഗ്യൻ. അങ്ങ് യോഗ്യൻ. അങ്ങ് യോഗ്യൻ. ഹല്ലേലൂയ. Praise you, Lord. Praise. കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. അവൻ യോഗ്യനെന്ന് പറഞ്ഞാട്ടെ. അവൻ അതിന് യോഗ്യനാണ്. ആരാധനയ്ക്ക് യോഗ്യനാണ്. ഹല്ലേലൂയ. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah. നാം വായിച്ച സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: അവന്റെ വീര്യപ്രവർത്തികൾ നിമിത്തം അവനെ സ്തുതിക്കുവീൻ. അവന്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിക്കുവീൻ. ഹല്ലേലൂയ. ദൈവമേ നിൻ മക സ്നേഹമതിൻ ഹിതമാർക്കു ഗ്രഹിച്ചറിയാം. ദൈവം നിൻ മക സ്നേഹമതിൻ ഹിതമാർക്കു ഗ്രഹിച്ചറിയാം. എനിക്കാവതില്ലേ അതിനാഴമളം നീടാനെത്ര ബഹുലമത്. എനിക്കാവതില്ലേ അതിനാഴമളം നീടാനെത്ര ബഹുലമത്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം
പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹം, പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹം. നാമിലായിരുന്നപ്പോൾ നമ്മെ സ്നേഹിച്ച സ്നേഹം, നാം കുറവുള്ളവരായിരുന്നപ്പോൾ ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്ന സമയത്ത് നമ്മെ സ്നേഹിച്ച സ്നേഹം, അത് പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord, hallelujah. Praise the Lord, hallelujah, 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 hallelujah. അങ്ങ് മാത്രം യോഗ്യൻ, അങ്ങ് മാത്രം യോഗ്യൻ, അങ്ങ് മാത്രം യോഗ്യൻ, അങ്ങ് മാത്രം യോഗ്യൻ, അങ്ങ് മാത്രം യോഗ്യൻ. അങ്ങ് പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ, സ്തോത്രയാഗം അർപ്പിച്ചെങ്കും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾ. ഹല്ലേലൂയ, അങ്ങ് മാത്രം യോഗ്യൻ. ഹല്ലേലൂയ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീയോ. കരങ്ങളെ അടിച്ച് കർത്താവിനെ എന്ന് സ്തുതിച്ചാട്ട് അവൻ മാത്രം യോഗ്യൻ, അവൻ മാത്രം യോഗ്യൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് യോഗ്യനെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇന്ന് രാവിലെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. തുടർന്ന് അങ്ങയുടെ നാമത്തിന് മഹത്വത്തിനായി അങ്ങയുടെ സന്നിധിയിൽ അങ്ങയോടുള്ള ഭക്തിയിൽ അങ്ങേ ആരാധിപ്പാൻ കൃപ ചെയ്യണമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മെ തന്നെ സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി ബിനോജ് ബ്രദർ ചുരുക്കം വാചകങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. യെസ് ലോർഡ്, യെസ് ലോർഡ്. സ്തോത്രം ചെയ്യുന്നു. ആമേൻ, ആമേൻ. എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവദാസന്മാർക്കും പ്രത്യേകിച്ച് സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും വന്ദനത്തെ അറിയിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ മുമ്പോട്ട് കടന്നു വന്ന് now is the time for the dear children to come forward and say their memory verses.
great is our God. Sing with me, how great is our God. And all will see how great is our God. How great is our God. Sing with me, how great is our God. And all will see how great is our God. Proverbs 3 verses 5 through 6. Trust in the Lord with all your heart, lean not on your own understanding, in all your ways acknowledge him, and he will make your path straight. The grass withers, the flower fades, but the word of our God stands forever. Isaiah 40, verse 8. Acts 3 verses 18. But this is how God fulfilled what he had foretold through all the prophets, saying that his Christ will suffer. God is our God, even to the forever, to ever. He will be our guide till the end. Psalms 48, verse 14. 2 Peter 1 verse 21. For prophecy never had its origin by the will of man, but men spoke from God, for they were carried along by the Holy Spirit. Acts 3 verse 18. But this is how God fulfilled what he had foretold through all the prophets, saying that his Christ would suffer. Therefore, put on the full armor of God, so when the day of evil comes, you may be able to stand your ground, and after everything you have done, to stand. Ephesians 6 through 13. Romans chapter 12, verse 2. And do not be conformed to this world, but be transformed by the renewing of your mind, so that you may prove what the will of God is, that which is good and acceptable and perfect. Luke 1 verse 70 and 71. And he said through his holy prophet, salvation from our enemies and from the hands of all who hate us. In your light affliction, which is but for a moment, is working for us for a far more exceeding and eternal weight in glory. 1 Corinthians 4:17. Just in the Lord, all your heart. Proverbs 3:5. ആമേൻ. നമുക്ക് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ബ്രദർ ജോൺ ഫിലിപ്പ് സാജൻ ബ്രദർ പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് അവരെ സഹായിക്കട്ടെ. അവർ പ്രവചനം അവരെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയുള്ള വചനമാണ്. അവർ ഉള്ളുനട്ട വചനമായി അവരുടെ ഉള്ളിൽ അത് വ്യാപരിപ്പാൻ, അവരുടെ വളർച്ചയുടെ ഓരോ സ്റ്റേജിലും ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി കർത്താവിൻ്റെ ആത്മാവ് തന്നെ അവരെ നിയന്ത്രിപ്പാൻ, ഉന്നതമായ വിദ്യാഭ്യാസം ഭാവിയെ ഒരുക്കുന്നതോടൊപ്പം തന്നെ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി അവർ പ്രയോജനപ്പെടുന്നത് കാണുവാൻ കർത്താവ് സഹായിക്കണമെന്ന് ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സാജൻ ബ്രദർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. യെസ് ലോർഡ്, യെസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. Yes, Lord. Yes. സ്തോത്രം. 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 ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന എടുത്തനായി നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾക്ക്, ദൈവദാസന്മാർക്ക് ഒരു കൂടി വന്ദനത്തെ പറയുന്നു. സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വന്ദനത്തെ പറയുന്നു. നാട്ടിൽ പ്രിയരാഴ്ചാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു ദൈവവചന ഭാഗമാണ് പ്രാർത്ഥിച്ചത്.
ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യൻ. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. അതിന് ശേഷമുള്ള വാക്യങ്ങൾ പ്രിയപ്പെട്ടവർ വായിച്ച് സഹായിക്കണം. മാത്യു ചാപ്റ്റർ 7 വേഴ്സ് 13 to 27. മാത്യു ചാപ്റ്റർ 7 വേഴ്സ് 13 to 27. ഇടുക്കുവാതിലിലൂടെ അകത്ത് കടക്കുവീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടെ കിടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങളെ അവർക്ക് തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു. ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് തീർത്ത് പറയും. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണൽമേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. ഈ ദൈവവചന ഭാഗത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ചില ആഴ്ചകൾ കൊണ്ട് ഇത് എൻ്റെ മനസ്സിൽ ഉള്ള ഒരു ദൈവവചന ഭാഗമാണ്. ജെയ്സൺ ഇതാണോ സംസാരിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. ഓക്കെ, കഴിഞ്ഞത്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഇപ്പം സുവിശേഷങ്ങളിലൂടെ പോകുന്നതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇത് നമുക്ക് ഫെമിലറായിട്ടൊരു പാസേജാണ്. കർത്താവ് തൻ്റെ പരശുശ്രൂഷ കാലയളവിൽ നടത്തിയ അനേക പ്രഭാഷണങ്ങളിൽ പ്രധാനമായിട്ടുള്ള ഒരു പ്രഭാഷണത്തിൻ്റെ അന്ത്യത്തിലേക്ക് വരുമ്പോൾ, അവസാനത്തെ പാസേജ് അതിൻ്റെ സമ്മറിയിലേക്ക് വരുമ്പോൾ, അതിൻ്റെ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ഒരു ആഹ്വാനം കൊടുക്കുകയാണ്. പല കാര്യങ്ങൾ അതിനകത്തൂടെ നമുക്ക് പറയാനുണ്ട്. അതിനുള്ള സമയം ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. സദൃശവാക്യം 30-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ഞാൻ വായിക്കും. തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുന്നവരും അശുദ്ധി കഴുകിക്കളയാത്തവരുമായുള്ളൊരു തലമുറ. കർത്താവ് ശുശ്രൂഷിച്ച കാലയളവിൽ ആയിരുന്ന യഹൂദ മതം അത്തരത്തിലുള്ള ഒരു അനുഭവത്തിലേക്ക് വന്നു. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ, For I testify about them that they have a zeal for God, but not in accordance with knowledge. ദൈവത്തെ സംബന്ധിച്ച് അവർക്ക് എരിവുണ്ട്, പക്ഷെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള പ്രോപ്പറായിട്ടുള്ള പരിജ്ഞാനം ഇല്ല. മലയാളത്തിൽ വായിക്കുമ്പോൾ അത് കുഴപ്പമില്ല എന്നുള്ള നിലയിൽ എഴുതി വെച്ചേക്കുന്നത്. അങ്ങനെയല്ല, ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്, For I testify about them that they have a zeal for God, but not in accordance with knowledge. ദൈവത്തെക്കുറിച്ച് അറിയേണ്ട വിധം അറിയുന്നില്ല. പ്രിയ ബെനീറ്റയുടെ മമ്മിയും സിസ്റ്ററും ഉണ്ട്, ഞാനത് കണ്ടില്ലായിരുന്നു. ദൈവത്തെക്കുറിച്ച് അറിയേണ്ടവണ്ണം അറിയുന്നില്ല, പക്ഷെ ഭയങ്കര റിലീജിയസ് ആണ്, ഭയങ്കര മതഭക്തിയുണ്ട്. ഇന്ന് ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയും. Millions of people, they feel religious. ഭയങ്കര ഭക്തി നമുക്ക് കാണാൻ സാധിക്കും.
And many of them come under the title of Christianity. ക്രിസ്തീയ മതം അല്ലെങ്കിൽ ക്രിസ്തീയ മാർഗം എന്നുള്ള ടൈറ്റിലാണ് അവരായിരിക്കുന്നത്. ബട്ട് വചനത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം they absolutely don't have any hope of entering eternal life. And even millions who claim to believe in Jesus, യേശുവിൽ വിശ്വസിക്കുന്നു, യേശുവിൻ്റെ ജീവിതത്തിൽ വിശ്വസിക്കുന്നു, യേശുവിൻ്റെ വചനത്തോട് ബഹുമാനമുണ്ട്, യേശു മരിച്ചെന്നും ഉയർത്തെഴുന്നേറ്റുമെന്നും അറിയാം, അത് അവർ അക്നോളജ് ചെയ്യുന്നു. അങ്ങനെയുള്ള ചിലർ കർത്താവിൻ്റെ ശുശ്രൂഷ കാലയളവിൽ കർത്താവിനെ എതിർപ്പെട്ടു. 2-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 23-ാമത്തെ വാക്യത്തിൽ ജോൺ ചാപ്റ്റർ 2 verse 23 onwards, പെസഹ പെരുന്നാളിൽ യെരൂശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശുവോ, അത് ഇമ്പോർട്ടൻ്റ് കേട്ടോ, എല്ലാവരെയും അറിയുക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. മനുഷ്യനിലുള്ളത് എന്തെന്ന് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെ കുറിച്ച് യാതൊരുത്തൻ്റെ സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. പലരും യേശുവിനെ അഡ്മയർ ചെയ്യുന്നുണ്ട്, പലരും യേശുവിനെ കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മുടെ നേരത്തെ പ്രസിഡന്റായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് യേശുദേവൻ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പുസ്തകങ്ങൾ എഴുതാം. നമ്മൾ കടന്നു വന്ന രാജ്യത്തിലെ ഫാദർ എന്താ പറയുന്നത്, ഫാദർ ഓഫ് ദ നേഷൻ, അദ്ദേഹം പറഞ്ഞത് ക്രിസ്ത്യാനികളെല്ലാവരും യേശുവിനെ പോലെ ആയിരുന്നെങ്കിൽ എല്ലാവരും ക്രിസ്ത്യാനികളായിരുന്നേനെ. അപ്പൊ യേശുവിനെ പോലെ എങ്ങനെ ആയിത്തീരണമെന്നുള്ള അറിവുണ്ട്, അതുകൊണ്ട് ഒരർത്ഥമില്ല. യേശുവിനെ അഡ്മയർ ചെയ്തെങ്കിൽ ഒരർത്ഥമില്ല. യേശുവിൻ്റെ പഠിപ്പിക്കൽ നല്ലതായിരുന്നു, റെവല്യൂഷണറി ആണെന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥമില്ല. ഇനി ഞാൻ ഒരു കാര്യം കൂടെ കടന്നു പറയാം, എല്ലാ ആഴ്ചയിലും റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിട്ട് അർത്ഥമില്ല. പ്രാർത്ഥിക്കുന്നു, പാടുന്നു, ഉപവസിക്കുന്നു, കൊടുക്കുന്നു, ഇതെല്ലാം ആവശ്യമാണെന്ന് തോന്നാം, പക്ഷെ ഇത് മാത്രമാണെങ്കിൽ അർത്ഥമില്ല. Millions who claim to believe in Jesus, but yet on the broad way, വിശാലമായ വഴിയിലാണ് അവരായിരിക്കുന്നത്. They have a superficial kind of belief. It was a self-serving kind of belief. എനിക്ക് വേണ്ടി ദൈവം, ദൈവത്തെ സേവിക്കുന്ന എന്തിനാ? എനിക്ക് വേണ്ടി. It lacked the character and depth and repentant attitude. മാനസാന്തരമില്ല, മാനസാന്തരത്തിന് യോഗ്യമായ ഫലമില്ല. അതുകൊണ്ടാണ് 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്നത്, 7-ാം അധ്യായം മത്തായി, എന്നോട് കർത്താവേ കർത്താവേ, യേശുവേ യേശുവേ എന്നല്ല. ഈ കർത്താവേ എന്ന് വിളിക്കണമെങ്കിൽ അത് ആഴത്തിലുള്ളൊരു വാക്കാ. പക്ഷെ അങ്ങനെ വിളിച്ചത് കൊണ്ട് കാര്യമില്ലെന്നാ പറയുന്നത്. കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവൻ എത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. എത്ര ക്ലിയറാ! അതിനകത്ത് മൂലഭാഷയൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല, വളരെ ക്ലിയർ ആയിട്ട് എഴുതിയേക്കുന്നത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ പ്രൊഫഷൻ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ പ്രൊഫഷൻ. നമ്മൾ എന്തു പ്രൊഫസ് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയല്ല അവർ ലൈഫ്. താഴോട്ട് വരുമ്പോൾ അത് പറയുന്നുണ്ട്. Not everyone who says to me, Lord, Lord, will enter the kingdom of heaven, but he who does the will of my Father. Hallelujah. 23-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുക, അത്ഭുതം ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, ഭൂതങ്ങളെ പുറത്താക്കി, ഇതെല്ലാം ചെയ്തു. അന്നാളിൽ അത് പറയാൻ കർത്താവിന് മുമ്പിൽ പോയി നിൽക്കും. പക്ഷെ കർത്താവ് പറയുക, എനിക്ക് നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ഒരിക്കൽ നിങ്ങൾ സഭായോഗത്തിൽ വന്നിട്ട് പിന്നെ പിന്മാറിപ്പോയെന്നല്ല, ഒരു നാളിലും എനിക്ക് നിങ്ങളെ അറിയില്ലായിരുന്നു. അപ്പൊ ഈ ചെയ്ത അത്ഭുതങ്ങളൊക്കെ ഏത് നാമത്തിലാ? എങ്ങനെയാ ഈ അത്ഭുതങ്ങൾ ചെയ്തത്? കർത്താവ് ഒരിക്കലും പറഞ്ഞില്ല നിങ്ങൾ ചെയ്തില്ലെന്ന് പറഞ്ഞില്ല, ചെയ്തു. പക്ഷെ എങ്ങനെയാ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അത്ഭുതങ്ങളുടെ പുറകിൽ പോയാൽ ഇങ്ങനെ ചെല്ലും. ക്രിസ്തുവായിരിക്കണം നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവർത്തനുമായ യേശു ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഹല്ലേലൂയ. പലപ്പോഴും ഉപരിപ്ലവമായ പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ
പറഞ്ഞാണ് പലരും ദൈവസഭ തന്നെ വിട്ടുപോകുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ലക്ഷ്യം എന്താ? ദൈവസഭയിലേക്ക് കടന്നു വന്നിട്ട് നമ്മൾ എന്തിനാ കർത്താവ് ഈ സഭയിലേക്ക് ആക്കി വെച്ചത്? നാം തിരഞ്ഞെടുത്തതാണോ സഭ? അതോ കർത്താവ് നമ്മെ ആക്കി വെച്ചതാണോ? ആ ബോധ്യം നമുക്കുണ്ടോ? We are not choosing a church. God has chosen us to be in His church. അവന്റെ സഭയുടെ ഭാഗമായി തീരുവാൻ അവിടുന്നാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. നമ്മൾ തിരഞ്ഞെടുക്കുകയല്ല. അതൊരു ഭാഗ്യമാണ്. We are not choosing a church. നമുക്ക് ഡിനോമിനേഷൻ ചൂസ് ചെയ്യാം. We are not choosing church. God has to choose us. And He did it not after we were born. നമ്മൾ ജനിച്ച ശേഷമല്ല, അനാദിയിൽ ക്രിസ്തുവിൽ കാലത്തിന് മുമ്പേ, ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തതാ. അതിന്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഈ വലിയ പ്രഭാഷണത്തിന്റെ അവസാനത്തിലേക്ക് വന്നപ്പോൾ 5, 6, 7 ഒരു വലിയ വ്യത്യാസം, എ ഷാർപ്പ് കോൺട്രാസ്റ്റ് കർത്താവ് കാണിക്കുക ബിറ്റ്വീൻ man-made religion and true faith. യഥാർത്ഥ ഭക്തിയും യഥാർത്ഥമല്ലാത്ത മതവും തമ്മിലുള്ള വ്യത്യാസം. There are only 2 kinds of religion, അല്ലേ? 2 വിഭാഗങ്ങളേ ഉള്ളൂ. 2. One is the true religion, യഥാർത്ഥ ഭക്തി. And it comes in only one form. നമ്മളൊരു 40,000 ഡിനോമിനേഷൻ ഉണ്ട്. It doesn't matter. There is only one true religion. ഒരു മാർഗമേ ഉള്ളൂ. അതാ താഴോട്ട് വരുമ്പോൾ നമ്മൾ കാണാൻ കഴിയും. ഒരു മാർഗമേ ഉള്ളൂ. എന്നാൽ രണ്ടാമത്തെ ആ സൈഡിലേക്ക് നോക്കിയാൽ വിശാലമായ ഒരു ഗേറ്റ് കാണാം. And they comes in endless forms. ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നിനക്ക് ഇത് ഇഷ്ടമല്ലോ, അപ്പുറത്ത് പോകാം. അത് ഇഷ്ടമല്ലോ, അതിൻ്റെ അപ്പുറത്ത് പോകാം. A lot of variety is there. എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യും. Hallelujah. A true religion, യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത്, it is not something that we gain by our achievement or achieve by our works. നമ്മുടെ പ്രവർത്തനത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഹല്ലേലൂയ. ക്രിസ്തു പൂർത്തിയാക്കിയ പ്രവർത്തനത്തിലുള്ള ആശ്രയമാണ് യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ക്രിസ്തു പൂർത്തിയാക്കിയ പ്രവൃത്തി. കർത്താവ് ഈ കാര്യങ്ങൾ പറയുമ്പോൾ അന്നുള്ള യഹൂദ കപടഭക്തിയെ തുറന്നു കാണിക്കുകയാണ് കർത്താവ് ചെയ്യുന്നത്. കർത്താവ് പറയുന്ന ഇതാണ്, if you want to enter my kingdom, എൻ്റെ രാജ്യത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കണമെങ്കിൽ there should be a brokenness. അതാ തുടങ്ങുന്നത് 5-ാം അധ്യായത്തിൽ. ഒരു ദാരിദ്ര്യം നിങ്ങൾക്കുണ്ടാകണം. എവിടെയുള്ള ദാരിദ്ര്യം? ആത്മാവിലൊരു ദാരിദ്ര്യം. ഒരു സ്പിരിച്വൽ ബാങ്ക്റപ്റ്റ് ആണ് ഞങ്ങൾ എന്നുള്ള സമ്മതമുണ്ടാകണം. അവിടെ ആത്മാവിൽ ദരിദ്രരായവർ എന്ന് പറഞ്ഞിരിക്കുന്നത് ബാങ്ക്റപ്റ്റ് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ പൂവർ, ലോവസ്റ്റ് ലെവലിലേക്ക് കടന്നു വരുന്ന അവസ്ഥ. ഫ്രം ദാറ്റ് വി സ്റ്റാർട്ട് ബെഗിങ്, അല്ലേ? അവിടെ എത്തുമ്പോൾ അത് ബെഗ് ചെയ്യുന്നേ. വേറെ ഒരു ഓപ്ഷനും ഇല്ല, മറ്റുള്ളവരോട് ചോദിച്ചേ പറ്റുള്ളൂ. ആ ഒരു നിലവാരത്തിൽ ആത്മീയമായ ആണെന്നുള്ള സമ്മതമാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ ഒരുവനെ പ്രേരിപ്പിക്കുന്നത്. ഞാൻ ആത്മാവിൽ ദരിദ്രനാ, എന്നെ നീ സമ്പന്നനാക്കണം. എന്റെ പാപത്തെ ഓർത്ത്, പ്രകൃതത്തെ ഓർത്ത് എനിക്ക് ദുഃഖമുണ്ട്, എന്നെ നീ ആശ്വസിപ്പിക്കണം.
ഞാൻ നീതിക്കായി വിശന്ന് ദാഹിക്കുന്നു, എനിക്ക് തൃപ്തി തരണം. നമ്മുടെ പ്രവൃത്തി കൊണ്ടുള്ള നീതിയല്ല, കർത്താവ് അതാ പറയുന്നേ. പക്ഷെ അന്നുള്ള മതം പ്രവൃത്തിയിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചു. പഴയ ഭക്തന്മാർ, പഴയ നിയമത്തിലെ ഭക്തന്മാരുടെ കൂട്ടല്ല ഇവര്. They changed a lot. അതുകൊണ്ടാണ് കർത്താവ് ഒരു അധ്യായം തന്നെ മുഴുവനും എടുത്ത് ആ കപടഭക്തിക്കാരെ നിശ്ചിതമായിട്ട് കർത്താവ് വിമർശിച്ചത്. ഇറ്റ് വാസ് ജസ്റ്റ് എ ഫോം ഓഫ് റിലീജിയോസിറ്റി. അത് ജസ്റ്റ് ഒരു പടം മാത്രമായിരുന്നു. കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ വലിയ ഭാരമുണ്ടാക്കി ജനത്തിന്റെ തോളിൽ വെക്കുന്നു, പക്ഷെ അത് ചെറിയ വിരൽ കൊണ്ട് പോലും അനക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ദൈവത്തിന്റെ കൽപ്പനകൾക്ക് പുറമെ മാനുഷിക കൽപ്പനകൾ എടുത്തു വെച്ച് ജനത്തെ അവരുടെ അടിമകളാക്കിക്കൊണ്ടിരുന്നു അന്ന്. ഇറ്റ് വാസ് എ ഫോം ഓഫ് റിലിജിയൻ. ഇറ്റ് വാസ് നോട്ട് ട്രൂ റിലിജിയൻ. ഹല്ലേലൂയ. അവസാനത്തിലേക്ക് വന്നപ്പോൾ കർത്താവ് പറയുക, കോൺട്രാസ്റ്റ് കാണും. മുമ്പേ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പേ ജെയ്സൺ കർത്താനദാസൻ പറഞ്ഞതാ, ഈ ഉപമകൾ പറഞ്ഞപ്പോൾ 2, 2, 2 എന്ന നിലയിലാണ് കർത്താവ് പറഞ്ഞത്. ഇവിടെയും ഈ പാസേജിൽ 2, 2, 2 എന്നുള്ള നിലയിൽ കാണാം. എന്തൊക്കെയാണെന്നറിയാമോ? There are 2 gates. ആ ഭാഗം വായിക്കണം. 2 gates, 2 ഗേറ്റ് ഉണ്ട്. One is wide, വിശാലമായത്. One is narrow. 2 ways. അതെ. One is broad, one is narrow. 2 destinies. 2 ലക്ഷ്യസ്ഥലങ്ങളുണ്ട്. ഒന്ന് ജീവനാണ്, മറ്റൊന്ന് നാശമാണ്. There are 2 crowds. 2 കൂട്ടരെ കാണാം. അനേകരാണ് ഇവിടെ ഉള്ളത്, ചുരുക്കം. There are 2 trees. 2 മരങ്ങളെ കാണാം. താഴോട്ട് വായിക്കുമ്പോൾ കാണാം 2 വൃക്ഷങ്ങളെ കാണാം, നല്ലതും ചീത്തയും. 2 ഫലം കാണാം, നല്ലതും ചീത്തയും. 2 സ്വഭാവങ്ങളെ കാണാം. പറയുകയാണ്, പക്ഷെ ചെയ്യത്തില്ല. ഒരു സൈഡിൽ ചെയ്യുന്നവരെ കാണാം, മറു സൈഡിൽ പറയുന്നവരെ കാണാം. There are 2 builders. പ്രാർത്ഥിച്ചു 2 പണിക്കാരെ കാണാം. The wise and the foolish. There are 2 foundations. 2 അടിസ്ഥാനങ്ങൾ കാണാം. ഒന്ന് പാറമേൽ ബുദ്ധിയുള്ള മനുഷ്യൻ അടിസ്ഥാനമിട്ട് പണിത അടിസ്ഥാനം. 2 മണലിൽ മേലുള്ള അടിസ്ഥാനം. അവസാനമായിട്ട് 2 ഭവനങ്ങളെ കാണാം. ഒന്ന് നിലനിൽക്കുന്നു, ഒന്ന് വീണു. 2 houses, one that stood and the one that fell. ഇന്നത്തെ മതം, ഭക്തി, ഈ 2 ഇടങ്ങളിൽ നമുക്ക് തിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. 13-ാമത്തെ വാക്യം 13. ഓക്കെ, ആ 13-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് 2 gates അല്ലേ? നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്താ കാണുന്നത്? ആദ്യം 2 ഗേറ്റ് കാണാം. ആ ഗേറ്റുകളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? 2 എഴുതി വെച്ചേക്കുന്നത് എന്താണെന്നറിയാമോ? സ്വർഗമെന്ന് എഴുതി വെച്ചേക്കുന്നത് അല്ല, ഒരിടത്ത് നരകമെന്ന് എഴുതിയിട്ടില്ല. 2 നോക്കിയാലും സ്വർഗമെന്ന് എഴുതി വെച്ചേക്കുന്നത്. ആ നരകത്തിലേക്ക് പോകാനുള്ളവർ വന്നേ എന്ന് തിരുവല്ല ബസ് സ്റ്റാൻഡിൽ എന്ന് പറഞ്ഞല്ലോ എന്ന് വിളിക്കുന്ന. അങ്ങനെ ആരും വിളിക്കുന്നില്ല. എല്ലാം സ്വർഗം എന്ന് തന്നെ പറയും, എല്ലാം നിത്യജീവൻ എന്നാ പറയും. 2 വാതിലിൻ്റെ മുകളിൽ, എനിക്ക് തോന്നുന്നു ആ വീതിയുള്ള വാതിലിൻ്റെ മുകളിൽ എഴുതി വെച്ചേക്കുന്ന, ഇച്ചിരി ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതി വെച്ചേക്കുന്ന, ലൈറ്റൊക്കെ ഇട്ട് ഗ്ലിറ്ററി ആയിട്ട് എഴുതി വെക്കുക ഹെവൻ. മറ്റേത് എഴുതി വെച്ചിട്ടുണ്ട് ഹെവൻ. 2 ഗേറ്റ് കാണാം. ചിന്തിക്കുക, ഏത് ഗേറ്റിനകത്തോടെ നമ്മളകത്ത് കയറി? ഒന്നാമത്തെ യു മസ്റ്റ് എൻ്റർ എന്നുള്ള കമാൻഡ്.
ഒരു നീണ്ട പ്രഭാഷണത്തിന് ശേഷം യേശു കർത്താവ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് പ്രതീക്ഷിക്കുന്നു. നല്ല മെസ്സേജ് ആയിരുന്നു, അതിനുശേഷം ചാപ്പാടുണ്ടായിരുന്നു, ഇനി എന്നാ മീറ്റിംഗ് എന്ന് ചോദിച്ച് പോകാനല്ല. ഇതിനൊരു പ്രതികരണം ദൈവം പ്രതീക്ഷിക്കുന്നു, ഒരു സമർപ്പണം ദൈവം പ്രതീക്ഷിക്കുന്നു. ഒരു വചന ശുശ്രൂഷയും പാടല്ല, നമ്മുടെ പ്രതികരണമാണ് അതിനെ പാഴാക്കുന്നത്. ദൈവദാസന്മാർ യഥാർത്ഥത്തിൽ ദൈവവചനത്തിൽ ആശ്രയിച്ച്, കൃപയിൽ ആശ്രയിച്ച്, ആത്മാവിന്റെ സഹായത്തോടു കൂടെ വിഭവിച്ചു തരുന്ന ഈ ഫുഡ്, ആത്മീക ആഹാരം, ഇത് പാഴാക്കരുത്. There are 2 gates. കർത്താവ് പറയുക, ഒരു ഇമ്മീഡിയറ്റ് റെസ്പോൺസ് അവരിൽ നിന്ന് പ്രതീക്ഷിച്ച് കർത്താവ് പറയുക, യു മസ്റ്റ് എൻ്റർ. There is not enough time to admire the gate. ഗേറ്റ് കണ്ട് നല്ല സൗന്ദര്യമുള്ള ഗേറ്റാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. യു മസ്റ്റ് എൻ്റർ, യു മസ്റ്റ് എൻ്റർ. പലരും ഈ ഗേറ്റ് കണ്ട് അഡ്മയർ ചെയ്തിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. നല്ല ഗേറ്റാണ്, നല്ല പ്രസംഗമാണ്, അവിടെ പോകണം കേട്ടോ, പക്ഷെ അടുത്ത ആഴ്ച വരില്ല. പ്രസംഗത്തിന് കമൻറ്റ് പറയാനല്ല നമ്മൾ വന്നേക്കുന്നത്. We need to submit. We need to be. God expects us to respond. We need to respond. റെസ്പോണ്ട് ചെയ്തില്ലേലും ദൈവത്തിന് അറിയാം റെസ്പോൺസ് എന്താ. ബിക്കോസ് ദൈവവചനത്തോട് നാം പ്രതികരിച്ചുകൊണ്ടേയിരിക്കണം. അടുത്തത് ഞാൻ പെട്ടെന്ന് പോകാം. രണ്ടാമത്തത്, യു മസ്റ്റ് എൻ്റർ ദിസ് ഗേറ്റ്. അതാ ഇമ്പോർട്ടൻറ്റ്. ഏതെങ്കിലും ഗേറ്റിൽ എൻ്റർ ചെയ്യാനല്ല പറഞ്ഞേ, ഇടുക്കുവാതിലകത്ത് കിടക്കണം. 2 ഗേറ്റ് ഉണ്ട്, 2 ഗേറ്റ് ഉണ്ട്. യു മസ്റ്റ് എൻ്റർ. ഓക്കെ, നമ്മൾ സ്വാഭാവികമായിട്ട് ഏത് ഗേറ്റ് ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്? പ്രത്യേകിച്ചും ക്ലോസ്ട്രോഫോബിയ ഒക്കെ ഉള്ളവർ അല്ലേ? വലിയ ഗേറ്റ്, ചെറുതെനിക്ക് വയ്യ. അതുകൊണ്ട് കർത്താവ് പ്രത്യേകിച്ച് പറഞ്ഞു, ഈ വാതിലൂടെ കയറും. യു മസ്റ്റ് എൻ്റർ ദിസ് ഗേറ്റ്. That means Christ alone. There is no other option. You must enter through Christ. ക്രിസ്തുവിലൂടെ മാത്രമേ നിത്യജീവൻ പ്രാപ്യമാകത്തുള്ളൂ. There is only one way. കർത്താവ് പറഞ്ഞു യോഹന്നാൻ 14:6 ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരുന്നില്ല. പിതാവിന്റെ അടുക്കലേക്ക് എത്തുവാൻ, നിത്യജീവനിലേക്ക് എത്തുവാൻ, നിത്യജീവന്റെ ദാതാവിലേക്ക് എത്തുവാൻ ഒരേ ഒരു വഴി, അത് ക്രിസ്തു മാത്രം. യു മസ്റ്റ് എൻ്റർ ദിസ് ഗേറ്റ്. കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ആടുകളുടെ വാതിലാകുന്നു. ഞാൻ ആടുകളുടെ ഒരു വാതിൽ എന്നല്ല, ഞാൻ ആടുകളുടെ വാതിലാണ്. അപ്പോസ്തലർ 14:12 പറഞ്ഞിരിക്കുന്നത്, മറ്റൊരുത്തനിലും നാം രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമം, അത് യേശുവിന്റെ നാമമാ. മൂന്നാമത്തെ കാര്യം, യു മസ്റ്റ് എൻ്റർ അലോൺ. രക്ഷ വ്യക്തിപരമാണ്. ഭർത്താവ് രക്ഷിക്കപ്പെട്ടു, ഭർത്താവ് ഭയങ്കര ആത്മീയനാ, അതുകൊണ്ട് ഞാൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഭർത്താവിൻ്റെ കൂടെ അങ്ങ് പോകാമെന്ന് വിചാരിക്കണ്ട. തിരിച്ചു, രക്ഷ വ്യക്തിപരമാണ്. യു മസ്റ്റ് എൻ്റർ. മതത്തിൻ്റെ കെണി എന്ന് പറയുന്നത് അതൊരു ഗ്രൂപ്പാണ്. അത് ഭയങ്കര ആവേശം അവിടെ അല്ലേ? ഒരു ഗ്രൂപ്പിൽ നിൽക്കുന്നതല്ലേ നല്ലത്? ഒറ്റയ്ക്ക് നിൽക്കാനാണോ? ഞാൻ അതിൻ്റെ ഒരു പിക്ചർ എടുക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. ഒറ്റയ്ക്ക് പോകുന്ന അവസ്ഥ. ഒറ്റയ്ക്ക് തോന്നുന്നുണ്ടോ ഒറ്റയ്ക്കാണെന്ന്? സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ, വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നെങ്കിൽ അത് തോന്നലല്ല, അത് റിയാലിറ്റിയാ. അതാണ് യാത്ര. കുടുംബത്തിനകത്തു പോലും വിശ്വാസത്തെ ചൊല്ലി ഒറ്റയ്ക്കായിരിക്കണം നിൽക്കേണ്ടത്. അങ്ങനെ ആയിരിക്കും റിലിജൻ, മതത്തിൻ്റെ ഈ നിങ്ങൾക്കറിയാമോ, ഈ സമയം പോകുന്നു, ഈ എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോഴേ, പ്രത്യേകിച്ച് ദുബായ് എയർപോർട്ട്, ഇവിടെ ഒന്നും അത് കാണുന്നില്ല.
നമ്മൾ അവിടെ എൻ്റർ ചെയ്യുക, നമ്മൾ അമേരിക്കൻ സിറ്റിസൺ ആയതുകൊണ്ട് നമുക്ക് ഈ പാസ്പോർട്ട് തന്നെ സ്കാൻ ചെയ്ത് ഇറങ്ങി പോവാം. അതിനൊരു വാതിലുണ്ട്, ടേൺ സ്റ്റൈൽ എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇങ്ങനൊരു സാധനം ഇരിക്കും, കണ്ടിട്ടുണ്ടോ അല്ലേ? അത് തിരിച്ച് ഒരാൾക്കേ കയറാൻ പറ്റുള്ളൂ. അതാണിത്. ഭാര്യയും ഭർത്താവും എല്ലാവരും കൂടെ ഇങ്ങനെ ഓടാന്ന് പറഞ്ഞ് കയറ്റിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. ഗാർഡിനെ വെട്ടിച്ച് ഒറ്റയ്ക്ക് കയറാൻ പറ്റത്തുള്ളൂ. പണ്ടൊരുത്തൻ വസ്ത്രമില്ലാത്തവൻ കയറി തീരുന്നില്ലേ, ആ പുള്ളി എങ്ങനെ കയറി ഇരുന്നെന്നുള്ളതാണ്. ഓർമ്മയില്ലേ ഒരു ഉപമയ്ക്കകത്ത്? ഇല്ലയോ, കല്യാണ വസ്ത്രം ഇല്ലാത്തൊരുത്തൻ അതിനകത്ത് കയറി ഇരിപ്പുണ്ട്. ഒരൊറ്റ ഒരുത്തനേ ഉള്ളൂ, അവനെ പിടിച്ചു. അവൻ എങ്ങനെ കയറിയെന്നാണ് ഞാൻ ചോദിച്ചത്. പിടിയില്ല. ചിലപ്പോൾ അവിടെ തന്നെ ഉള്ള ആളായിരിക്കും, ഇല്ലേ? അപ്പോൾ ഈ ടേൺ സ്റ്റൈലാണിത്. ഗ്രൂപ്പായിട്ട് കയറാൻ പറ്റില്ല. സാൽവേഷൻ ഇസ് ഇൻഡിവിജ്വൽ. സമർപ്പണം ഇൻഡിവിജ്വലാ. കർത്താവിനെ ഫോളോ ചെയ്യുന്നത് ഇൻഡിവിജ്വലാ. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം അത് ഇൻഡിവിജ്വൽ കമ്മിറ്റ്മെന്റ്. ഹല്ലേലൂയ. ഒരു വിശ്വാസ ഭവനത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട്, പേരൻസ് ഭക്തരായത് കൊണ്ട് നടക്കത്തില്ല ഇത്. ഹല്ലേലൂയ. കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത്, മത്തായി സുവിശേഷം 10:34, 7:34, 10:34. ചിലത് ഞാൻ എഴുതി വെച്ചിട്ടില്ല. 10:34. വായിച്ചോ പെട്ടെന്ന്. ഓക്കെ, അത്ര മതി. അപ്പോൾ അവിടെ എല്ലാം അത് അർത്ഥം ഉണ്ട്. ഇറ്റ്സ് ഇൻഡിവിജ്വൽ. നിങ്ങൾ എന്നിട്ട് പറയാ, ഒരുത്തൻ എന്നെ അനുഗമിപ്പാനിച്ച. ഇറ്റ് ഇസ് ഇൻഡിവിജ്വൽ. ഈ യഹൂദന്മാർ, അന്നത്തെ കാലത്ത് യഹൂദന്മാർ വിചാരിച്ചു ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാ, ഞങ്ങൾ ഓക്കെയാ. കർത്താവ് അതിന്റെ കോൺട്രാസ്റ്റ് കാണിക്കുക. ഹല്ലേലൂയ. അവർക്കാണ് യാഗങ്ങളുള്ളത്, അവർക്കാണ് പ്രവാചകന്മാരുള്ളത്, അവർക്കാണ് വാഗ്ദത്വമുള്ളത്, മശികയും അവർക്കാ, പ്രമാണം അവർക്കാ, ആചാരങ്ങൾ, ഉത്സവങ്ങൾ എല്ലാം അവർക്കാ. പക്ഷേ ക്രിസ്തുവിന്റെ പരിജ്ഞാനം ലഭിക്കാത്തിടത്തോളം കാലം, ഇതെല്ലാം പൗലോസ് പറയുന്നത് ദിസ് ഇസ് ഓൾ manure, അല്ലേ? ചാവറ. പൗലോസ് പറയാ ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ. വായിച്ചാട്ടെ. എങ്കിലും എനിക്ക് ലാഭമെന്ന് തോന്നിയ കാര്യങ്ങളെല്ലാം ക്രിസ്തു നിമിത്തം ഞാൻ ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. So you must enter. നിങ്ങൾ കയറണം, അകത്തേക്ക് കയറണം. You must enter this gate. ഈ വാതിലിലൂടെ മാത്രമേ നിത്യജീവനിലേക്ക് പോകാൻ കഴിയുള്ളൂ. You must enter this gate alone. You must enter this gate alone with difficulty. It's not easy. എന്നാ കയറിയേക്കാന്ന് പറഞ്ഞ് കയറാൻ പറ്റില്ല. There is a fight. രക്ഷദാനമാണ്, കർത്താവാണ് നമ്മെ പരിപാലിക്കുന്നത്, അതെല്ലാം ശരിയാ. There is a fight involved in it. രക്ഷിക്കപ്പെടാൻ വേണ്ടിയല്ല, രക്ഷിക്കപ്പെട്ടവനൊരു ഫൈറ്റ് ഉണ്ട്. There is a fight. There is a difficulty. ഇന്ന് പലപ്പോഴും ക്രൂസൈഡുകൾ നടക്കുന്ന രക്ഷ, കൈയുയർത്തിക്കുക എന്ന് പറഞ്ഞാൽ കൈയുയർത്താൻ ചടപട കൈയുയർത്തും. എന്നാ പിന്നെ ഞാൻ പറഞ്ഞേ ഓക്കെ പറയാം, ഞാൻ യേശു അങ്ങനെ രക്ഷപ്പെടുമായിരിക്കും അല്ലേ? You have the true repentance. യഥാർത്ഥത്തിലുള്ള അനുതാപമുണ്ടോ? യഥാർത്ഥത്തിലുള്ള മാനസാന്തരമുണ്ടോ?
യേശുവിനെ കർത്താവായി അംഗീകരിച്ചിട്ടുണ്ടോ? യേശു എനിക്ക് പകരമായി യാഗമായി എന്നുള്ള ബോധ്യമുണ്ടോ? ഹല്ലേലൂയ. എൻറ്റർ വിത്ത് ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞ, ബിക്കോസ് ഇറ്റ് ഈസ് നാരോ. ആ ഗേറ്റ് നാരോയാ. നമ്മളൊന്ന് ഒതുങ്ങിയാൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ, അത്രേ ഉള്ളൂ. നമ്മളിലുള്ള നമ്മളെന്നുള്ള ഭാവം മാറിയാൽ മാത്രമേ. അതാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്, സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ എന്നുള്ള പ്രാർത്ഥനയുടെ അർത്ഥം ഐ എന്നുള്ള ഭാവമാണ്. ഞാൻ സ്വമേധ ഭാവം പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ എന്നുള്ള ഭാവം മാറിയെങ്കിൽ മാത്രമേ. എന്നിട്ട് പിന്നെയും പ്രാർത്ഥിക്കുക, എൻ്റെ വായിലെ വാക്കുകൾ എൻ്റെ ഹൃദയത്തിലെ ധ്യാനം അങ്ങേക്ക് പ്രസാദരായിരിക്കട്ടെ. മനോഭാവം, വായിലെ വാക്കുകൾ, ധ്യാനം. Hallelujah. It's small. The gate is so small. ലൂക്കോസ് 13:24 വായിക്കാമോ? പോരാടുവിൻ. യോ 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 നോക്കിക്കേ, പോരാട്ടമുണ്ട്. കടക്കാൻ പലരും ശ്രമിക്കും, കഴിയില്ല താനും. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. മത്തായി സുവിശേഷം 11:12 വായിക്കുന്നത്, സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. There is a fight involved in it. And what is that fight? എന്താണ് ആ ഫൈറ്റ്? എന്താണ് ആ പോരാട്ടം എന്ന് പറയുന്നത്? കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമനിമിത്തം ചിലതിനെ വിടേണ്ടത് ആവശ്യമായി വരും. Are you willing to deny your father, mother, sister, brother? Are you willing to deny your personal ambitions? വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് നോ എന്ന് പറയുവാൻ കഴിയുന്നുണ്ടോ? Are you willing to turn from your sin? Are you willing to abandon your sovereignty over your own life? നിങ്ങളുടെ ജീവിതത്തിൻ്റെ അധികാരി എന്നുള്ള നിലയിൽ നിന്ന് മാറി കർത്താവിൻ്റെ ഹിതത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നതിനായി തീരുവാൻ കഴിയുമോ? ഇവിടെ ഈ കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, അനേകർ ശ്രമിക്കും, പറ്റത്തില്ലെന്ന്. ഒരിക്കലും ഒരു റിച്ച് യങ് റൂളർ വന്നു, അല്ലേ? ഒരു റിച്ച് യങ് റൂളർ കർത്താവിൻ്റെ അരികിലേക്ക് വന്നിട്ട് പറയുക, നല്ല ചോദ്യമാ, ഹൗ ഡു ഐ ഗെറ്റ് ഇൻ ടു ദ കിങ്ഡം? ദൈവരാജ്യത്തിൽ എങ്ങനെ പ്രവേശിക്കാൻ കഴിയും? കർത്താവ് എന്താ പറഞ്ഞേ? കർത്താവ് പറഞ്ഞത്, നീ ഇതെല്ലാം അനുസരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞേ? ഞാനതെല്ലാം ചെറുപ്പം മുതലേ ചെയ്യുന്നു. കർത്താവ് അതിനൊന്നും കോൺട്രഡിക്ഷൻ ഒന്നും പറഞ്ഞില്ല, അങ്ങനെ ഒരു ഇല്ലതാനും. പക്ഷേ എങ്കിലും അതങ്ങ് മുഖവിലയ്ക്ക് എടുത്തെന്നിരിക്കട്ടെ. ഒരു ചെറിയ ഒരു ടെസ്റ്റ് കൊടുത്തപ്പോഴത്തേന് പുള്ളി തിരിച്ചു പോയി. എന്താ പറഞ്ഞറിയാവോ? ഒരു കുറവുണ്ട്. അതല്ല അച്ഛാ, മറ്റേ ഭയപ്പെടുത്തുന്ന കാര്യം എന്താ അറിയാവോ? അല്ലല്ല, ഹി വാസ് സോ ക്ലോസ് ടു ഇറ്റേണൽ ലൈഫ്. വാതിലിനടുത്ത് വന്നെന്ന്. കറക്റ്റ് വാതില. മറ്റിടത്ത് പോയി പിന്നെ അവിടെ ചോദിക്കാനും പറയില്ല, കയറി അങ്ങ് പോയാൽ മതി, അല്ലേ? വൈഡ് വാതിലിൻ്റെ അവിടെ അല്ല വന്നേ, കറക്റ്റ് വാതിലായവൻ്റെ, ഞാൻ ആ വാതിലെന്ന് പറഞ്ഞ ആളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, ഇതിലാണോ കയറേണ്ടത്? കർത്താവ് ചെറിയൊരു ടെസ്റ്റ് കൊടുത്തപ്പോഴത്തേന് പോയി. നോ നോ നോ. നമ്മളും പലപ്പോഴും ഈ മെസ്സേജ് റിജക്റ്റ് ചെയ്തവരാ, അല്ലേ? അതോ കേട്ടപ്പോഴേ അവസാനം, അതോ ജനിച്ചപ്പോഴേ തന്നെ രക്ഷിക്കപ്പെട്ടെന്ന് ജനിച്ചേ, പിന്നല്ലേ രക്ഷിക്കപ്പെട്ടത്? പക്ഷേ ഭാഗ്യവശാൽ അത് സ്വീകരിപ്പാനുള്ള ദൈവകൃപ. തെറ്റിപ്പോയില്ല, തിരിഞ്ഞു പോയില്ല. ദൈവകൃപ. അടുത്തത് മുന്നോട്ട് പോട്ടെ. You must enter this gate empty. ഞാൻ പറഞ്ഞു ടേൺ സ്റ്റൈലായത്. ടേൺ സ്റ്റൈലിൽ ഒരാൾക്ക് ഒരേ സമയം പോവാം. ബാഗേജ് ഒന്നും കൊണ്ടുപോകാൻ അനുവദിക്കില്ല. ഇപ്പോഴാണ് ബാഗേജ് എല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. സൗത്ത് വെസ്റ്റ് നേരത്തെ ഫ്രീ ആയിരുന്നു, ഇപ്പോൾ അത് കട്ട് ചെയ്തു. സൗത്ത് വെസ്റ്റിൻ്റെ ആളാണ് അച്ചാൻ, മോൻസിച്ചാൻ. അത് സ്പിരിറ്റാണ്. രണ്ടും എടുത്തേക്ക്. നേരത്തെ ബാഗേജ് ഫ്രീ ആയിരുന്നു, ഇവിടെ ഒരു ഒറ്റ ബാഗേജും അനുവദിക്കത്തില്ല, പേഴ്സണൽ ഐറ്റം പോലും ഇല്ല. പിന്നെ ഒരു കാര്യം അനുവദിക്കും, എന്താ അറിയോ?
ക്രൂശ് എടുക്കണം. The willingness to suffer for Christ. That is cross. എല്ലാവരും തടി കഷ്ണം കൊണ്ട് നടക്കണം എന്നല്ല. The willingness to suffer for Christ. ആ ഒരു പേഴ്സണൽ ഐറ്റം മാത്രമേ സമ്മതിക്കുള്ളൂ. അതാണോ നമ്മുടെ ഉള്ളത്? നമ്മുടെ യൂഹോൾ നിർത്തിയ ഐറ്റം നമ്മുടെ പുറകെ വരുന്നത് അല്ലേ? യൂഹോളാന്നേ സഹിക്കല്ലേ? എബ്രായ ലേഖനം 12:1-2 ആകിയാൽ നാമും സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകപ്പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടുക, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ. പോക്ക് കണക്കില്ലല്ലേ? ഒറ്റയ്ക്ക് വരണം, കയറണം, ഈ വാതിലൂടെ തന്നെ കയറണം, ഒറ്റയ്ക്ക് കയറണം അല്ലേ? എംപ്റ്റി ആയിട്ട് കയറണം. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കാവോ? സ്തോത്രം, സ്തോത്രം. പ്രിയമുള്ളവരെ, പേടിക്കണ്ട. വി ആർ ഇൻ ദ റൈറ്റ് പാത്ത്. വി ആർ ഇൻ ദ റൈറ്റ് പാത്ത്. പക്ഷെ വചനം കേൾക്കുമ്പോൾ നമ്മെ തന്നെ നാം ഒന്ന് വിചിന്തനം ചെയ്യണം. Am I in the faith? ഞാൻ വിശ്വാസത്തിൽ തന്നെയാണോ? അതോ ഇടയ്ക്ക് ചാടി ഇറങ്ങി വേറെ പോയോ? പിന്മാറിപ്പോയോ? ഹല്ലേലൂയ, സ്തോത്രം. അവസാനം യു മസ്റ്റ്, അതായത് ഇതിലെ അവസാനം, ആശ്വസിക്കേണ്ട, ഇതിലെ അവസാനം, ഈ പോയിന്റിലെ, യു മസ്റ്റ് എൻ്റർ ദിസ് ഗേറ്റ് ഇൻ ഫുൾ സബ്മിഷൻ. സമ്പൂർണ്ണ സമർപ്പണത്തിൽ മാത്രമേ കയറാൻ കഴിയുള്ളൂ. എന്നാൽ പിന്നെ ഞാൻ ഈ ഗേറ്റിൽ കയറിയേക്കാം, രക്ഷത്ത എന്ന് ചോദിക്കാൻ പറ്റില്ല. രക്ഷദാനമാണ്. ഇറ്റ്സ് നോട്ട് എ ഡിമാൻഡ്. We cannot demand salvation. It is by grace and by faith and through Christ alone. ക്രിസ്തുവിലൂടെയും വിശ്വാസത്താലും കൃപയാലുമാണ് രക്ഷ. You cannot demand it. Instead, I say, I submit myself. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. നീ എൻ്റെ കർത്താവാ, ഞാൻ നിന്റെ അടിമയാ. I am your slave. You are my Lord. You come and you enter this gate in full submission. കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത്, deny you yourself, take up your cross and follow me. That's true worship. അതാണ് യഥാർത്ഥത്തിലുള്ള ആരാധന, അതാണ് യഥാർത്ഥത്തിലുള്ള ഭക്തി എന്ന് പറയുന്നത്. ഇന്ന് മാർക്കറ്റ് ചെയ്യുന്ന രക്ഷ എത്രയോ ഈസി അല്ലേ? എത്രയോ ഈസിയാ. ഒരു കാർഡൊന്ന് ഫില്ലപ്പ് ചെയ്ത് കൊടുത്താൽ മതി, രക്ഷിക്കപ്പെട്ടെന്നാണ് പറയുന്നത്. ഒരു കാർഡൊന്ന് ഫില്ലപ്പ് ചെയ്ത, എവിടെ ബ്രോക്കൻനെസ്, എവിടെ പാപബോധം, എവിടെ ദൈവത്തോടുള്ള സമർപ്പണം, ദൈവത്തിന്റെ പരിശുദ്ധിയോടുള്ള സമർപ്പണം എവിടെ? No, that's not how you enter this gate. You enter this gate in full submission. എന്തൊക്കെ നമ്മൾ കണ്ടേ? You must enter. You must enter this gate. You must enter alone. You must enter empty. You must enter in full submission. അതാണ് 2 ഗേറ്റ്. അടുത്തത് 2 വഴി കാണാം. 2 വഴി കാണാം. One way is broad, അല്ലേ? വലിയ വിശാലമായ വഴിയാണ്. ഒരുപാട് പേരുണ്ട്, എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യും. ഇപ്പോൾ കാത്തലിക്സ് പോപ്പൊക്കെ എക്യുമെനിസത്തിന് വേണ്ടി വളരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവാഞ്ചലിക്കൽ ലീഡേഴ്സൊക്കെ പലരും പോയി അവരുടെ മുമ്പ് വീഴുന്നുണ്ട്, കവിണ്ണ് കിടക്കുക പോപ്പ്. അപ്പോൾ നമുക്ക് പൊതുവിൽ തോന്നാം ചില രാജ്യങ്ങളിലൊന്നും മതമില്ലെന്നറിയാമോ? കാരണം അവർ പറയുന്നത് മതം ഭിന്നിപ്പിക്കുമെന്ന്. ശരിയല്ലേ? കർത്താവ് പറഞ്ഞതല്ലേ? നിങ്ങൾ എൻ്റെ നാമം നിമിത്തം എന്ത് ചെയ്യും? വീട്ടുകാർ തന്നെ നിങ്ങളെ എതിർക്കും. ചില രാജ്യങ്ങളിൽ മതമില്ല, അവരനുവദിക്കത്തില്ല. ബിക്കോസ് ഇറ്റ് ക്രിയേറ്റ്സ് ഡിവിഷൻ. ദിസ് ബ്രോഡ് വേ, ഈ ബ്രോഡായിട്ടുള്ള വാതിലിലൂടെ അകത്ത് കിടക്കുന്ന ഈ വഴിയുണ്ടല്ലോ, ഇറ്റ് ഇസ് സോ അക്കോമഡേറ്റിംഗ്. ആരെ അംഗീകരിക്കും? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിശ്വസിച്ചോ, ഒരു പ്രശ്നവുമില്ല, ഇതൊന്ന് വന്നാ മതി. ഇതല്ല, ഇതങ്ങനെയല്ല. ഇത് ഞെരുക്കമുള്ള വഴിയാണ്. വാതിൽ മാത്രമല്ല, വാതിൽ
പിന്നെ പണ്ട് അയ്യപ്പാസിൻ്റെ പരസ്യം പറയുന്ന പോലെ വെളിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ഷോറൂമാ, അകത്തോട്ട് കയറുന്ന വലുതാ. അങ്ങനല്ല, കേട്ടില്ലേ? നമ്മൾ അതിവിശാലമായ ഷോറൂം. അപ്പോൾ അതായത് കോട്ടയത്തെ അയ്യപ്പാസിൻ്റെ പരസ്യമാണ്, ടോംസിന് അറിയായിരിക്കും. വെളി നോക്കുമ്പോൾ ചെറിയ ഷോറൂമാ, അകത്തോട്ട് ചെല്ലുമ്പോൾ വലുതാന്ന്. അങ്ങനെയല്ല ഇത്. ഇതാ വാതിലും ചെറുതാ, വഴിയും ചെറുതാ. വാതിലും ചെറുതാ, വഴിയും. കാരണം എന്താ പറയുക, നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത്. ക്രിസ്ത്യൻ ലൈഫ്, ദ ജേർണി ഈസ് ഇൻഡിവിജ്വൽ. നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് പോകണ്ടേ. പക്ഷേ ഈ വൈഡായിട്ടുള്ള വഴി, ഇറ്റ് ലീഡ്സ് ടു ഡിസ്ട്രക്ഷൻ. നാശത്തിലേക്ക് അത് പോകുന്നേ. നമുക്ക് ദുഃഖമുണ്ടോ? കാരണം അനേകർ പോകുന്നു എന്ന് മാത്രമല്ല, they end up in hell, eternal destruction. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ പറഞ്ഞത്, എനിക്ക് അധികാരം തന്നിരിക്കുന്നു, നിങ്ങൾ പോകണം, പക്ഷേ ഞാൻ പഠിപ്പിച്ചതാ പഠിപ്പിക്കേണ്ട. സോ ലിമിറ്റഡ് അല്ലേ പഠിപ്പിക്കലേ? കർത്താവ് പഠിപ്പിച്ച് മാത്രമേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. മറ്റേത് ആരുടെയും വേർഷനോ ജോസഫ് സ്മിത്തോ ഏത് സ്മിത്തോ ആരുടെ വേണമെങ്കിലും പറഞ്ഞോ, കുഴപ്പമില്ല. ദേ ആർ അക്കോമഡേറ്റിംഗ്. ഇവിടെ ഞാൻ പറഞ്ഞത് വേണം പഠിപ്പിക്കാൻ. ഞാൻ പറഞ്ഞത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കൽപ്പിച്ചത് വേണം ചെയ്യാൻ. സോ ലിമിറ്റഡ്. ഞാൻ ഇതിൻ്റെ ഈ ഫ്രണ്ടിലെ പിന്നെ പുറകോട്ട് തിരിച്ചു വരാൻ പ്രയാസം. നിങ്ങൾ ആ പിക്ചർ കണ്ടായിരുന്നോ? ഒരു ആരോ ഇങ്ങനെ ഫോർക്ക് ചെയ്യുന്നേ. അതൊരു ഒരു 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 റൈറ്റപ്പ് ആയിരുന്നു. ഓൺലൈനിൽ ഒരു റൈറ്റപ്പ്, ഒരു എഴുത്താ. അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, ഹൗ ഡിഡ് the narrow way become broad way. ഈ ഇടുക്കമുള്ള വഴി എങ്ങനെയാണ് വിശാലമായെന്ന ആ റൈറ്റപ്പ്. പണ്ട് ക്രിസ്ത്യാനിറ്റി ഇടുക്കമുള്ള വഴിയായിരുന്നു. ഇപ്പോൾ അതങ്ങ് വിശാലമാക്കി പിന്നെ ആർക്കും കയറാമെന്നുള്ള നിലയിലാക്കി. അതെങ്ങനെയാണ് എന്നുള്ളൊരു റൈറ്റപ്പാണ്. അതിൻ്റെ താഴെ ഒരാളൊരു കമൻ്റ് എഴുതി, എന്നെ വളരെ ചിന്തിപ്പിച്ചു. അത് കമൻ്റ് എഴുതിയേക്കുക, I am happy that I am in the broad way after I was introduced to the narrow Christianity. മനസ്സിലായോ? ഇടുക്കമുള്ള ക്രിസ്തീയ മാർഗത്തിലേക്ക് എന്നെ ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ശേഷം ഞാനിപ്പോൾ വിശാലമായ വഴിയിലായതിൽ ഞാൻ സന്തോഷിക്കുന്നെന്ന്. And I say he was never in true Christianity. അവൻ ഒരിക്കലും യഥാർത്ഥ ക്രിസ്ത്യാനിത്വത്തിൽ അല്ലായിരുന്നു. Broad way leads to destruction. Millions and millions under the title Christians, they are on their way to eternal hell. That is the truth. That is the truth. കർത്താവ് പറഞ്ഞു, ഞാൻ പഠിപ്പിച്ചത്. പരിശുദ്ധാത്മാവിനെ ഞാൻ അയക്കാം. ഞാൻ പഠിപ്പിച്ചത് പരിശുദ്ധാത്മ ഓർമ്മിപ്പിക്കും. അപ്പോൾ നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. നമുക്കെല്ലാം ചെയ്യാൻ കഴിയില്ല. നമുക്ക് എല്ലാ വഴികളിലും പോകാൻ കഴിയില്ല. There is a striving behind it. There is a fight. It's not easy. And there, അടുത്തത്, 2 ways, broad and narrow. And then there is 2 destinations. അത് ഞാൻ പറഞ്ഞല്ലോ. One leads to eternal life. And the second one leads to eternal hell. And then there are 2 crowds. 2 കൂട്ടം ആൾക്കാരെ കാണാം. ഒന്ന് നോക്കിക്കേ, 13-ാമത്തെ വാക്യത്തിൽ, ഇടുക്കുവാതിലിലൂടെ അകത്തു കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടെ കടക്കുന്നവർ അനേകരുമാകുന്നു. അടുത്ത വാക്യം, ജീവങ്കിലേക്ക് പോകുന്ന വഴി വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കം. ആ ചുരുക്കത്തിനകത്താകാൻ ഭാഗ്യവശാൽ കർത്താവ് കൃപ ചെയ്തു ഓർത്ത് കർത്താവിനെ സ്തുതിച്ചാട്ട്. Few will find this narrow road. On the wide road there are many, but on the narrow road there are only few. Most of the people in the world are on the narrow, on the wide road. ലൂക്കോസ് 12:32
കർത്താവ് പറഞ്ഞെന്താ? ഫിയർ നോട്ട് ലിറ്റിൽ ഫ്ലോക്ക്, ചെറിയ ആട്ടിൻകൂട്ടമേ. കർത്താവ് വെറുതെ അങ്ങ് പറഞ്ഞു വിട്ടാന്നോ? നോ, ചെറിയ ആട്ടിൻകൂട്ടം കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് ചെറുതാ, ചെറിയ ആട്ടിൻകൂട്ടമേ. ലൂക്കോസ് 13 കർത്താവിന്റെ ശിഷ്യന്മാർ ചോദിക്കുക, കുറച്ചു പേരെ രക്ഷിക്കപ്പെടത്തുള്ളൂ അല്ലേ? ആർ ഓൺലി എ ഫ്യൂ ബീയിങ് സേവ്ഡ്? കർത്താവ് 22 വാക്യത്തിൽ മറുപടി പറഞ്ഞു, വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലും ചുരുക്കം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 22 വാക്യത്തിൽ പറയും, കർത്താവേ, കർത്താവേ, ഈ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിച്ചു. ഞാൻ പറയുന്നു, ഒരു നാളും ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. നെക്സ്റ്റ്, 2 ബിഹേവിയേഴ്സ്, 2 സ്വഭാവങ്ങൾ. അതെന്താണെന്നറിയാമോ? പറച്ചിലുള്ളവരുണ്ട്, പ്രവർത്തിക്കുന്നവരുമുണ്ട്. നോട്ട് എവ്രി വൺ സേസ് ടു മീ ലോർഡ്, ലോർഡ്. കർത്താവേ, കർത്താവേ എന്ന് പറയുന്നവരല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ. So which category are we in? Are we just sayers or are we doers? നാം പ്രൊഫസി ചെയ്യുന്നവർ മാത്രമാണോ, അതോ നാം പ്രവർത്തിക്കുന്നവരാണോ? ലോർഡ്, ലോർഡ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു റിലീജിയോസിറ്റി ഉണ്ട്, അതിനകത്തല്ലേ ഒരു മതഭക്തിയുണ്ട്. കർത്താവിനെയൊക്കെ ബഹുമാനിക്കുന്നുണ്ട്, കർത്താവിന്റെ നാമം പറയുമ്പോഴൊക്കെ എഴുന്നേറ്റ് നിൽക്കും. ഇതെല്ലാം ചെയ്യാം, ആചാരപരമായി ഇതെല്ലാം ചെയ്യാം. പക്ഷേ ആന്തരികത, ആ അകത്തെ മനുഷ്യനെ നോക്കുന്ന, നമ്മുടെ മനോഭാവത്തെ നോക്കുന്ന, ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന അഗ്നിജ്വാലക്കത്തെ കണ്ണുള്ളവൻ നോക്കുമ്പോൾ, ഹല്ലേലൂയ. Finally, there are 2 foundations. 2 അടിസ്ഥാനം കാണാം. സോ നമ്മൾ ഇത്രയും ചിന്തിച്ചത് 2 gates, 2 ways, 2 destinations, 2 crowds. 2 ഏറ്റുപറച്ചിൽ, 1 sayers, 2 doers, and finally 2 foundations. 24 വാക്യത്തിൽ പറയുന്നത്, ആമേൻ. ഫൈനലി കർത്താവ് കൺക്ലൂഡ് ചെയ്തേക്കുന്നത് ഇതിലാ. 2 അടിസ്ഥാനം, 2 foundations. Both houses look the same. ഒരേപോലെയാ കാണപ്പെട്ടത്. Both looked beautiful. വളരെ ഭംഗിയായിരുന്നു. Until it was tested by storms. Your faith will be tested, and it will reveal who you actually are. നിങ്ങളുടെ വിശ്വാസം പരിശോധിക്കപ്പെടുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ളത് വെളിവരും. The house on the rock and the sand look essentially the same. ഒരുപോലെയാണ്. എല്ലാം സെയിം മെറ്റീരിയൽ ആയിരിക്കും, പെയിന്റ് ഒക്കെ സെയിം ആയിരിക്കും, ഫർണിച്ചറൊക്കെ ആഷ്ലിയിൽ നിന്ന് തന്നെ മേടിച്ചിട്ടു, എല്ലാം അപ്ഗ്രേഡഡ് സാധനങ്ങളാണ് വെച്ചേക്കുന്നത്. പക്ഷേ മഴ വന്നപ്പോൾ, ഫ്ലഡ് പൊങ്ങിയപ്പോൾ, കാറ്റടിച്ചപ്പോൾ ഒന്ന് മാത്രം നിലനിൽക്കാൻ കാര്യം, പാറമേൽ അടിസ്ഥാനമിട്ട ഒരു പണിയായിരുന്നത്. ഏതാണ് ഈ പാറ? കർത്താവ് തുടർച്ചയായി പറയുന്ന പാറ കർത്താവ് തന്നെയാണ്. എൻ്റെ ഈ വചനങ്ങൾ എന്നാ പറയുന്നത്. These words of mine. As a conclusion, I will say, പ്രിയമുള്ളവരെ, നാം ചുറ്റും നോക്കുമ്പോൾ ഒരുപാട് പണി കാണാം, ഒരുപാട് പ്രവൃത്തികൾ കാണാം, ഒരുപാട് ഭക്തിയുള്ളവരെ കാണാം.
but we can separate the wheat from the tares. കഴിഞ്ഞ ദിവസങ്ങളിൽ ജെയ്സൺ പറഞ്ഞതാ, നമ്മൾ അരിവാളും കൊണ്ട് ഇറങ്ങാൻ നമുക്ക് പറ്റില്ല. കാരണം ഏതാണ് നല്ലത് ഏതാ ചീത്തയെന്ന് അറിയുന്നവൻ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന്. പക്ഷെ നമുക്കറിയാം, കർത്താവ് ഇവിടെ തന്നെ ഒരു ഹിന്റ് തന്നിട്ടുണ്ട് എങ്ങനെയാ തിരിച്ചറിയുന്നത്. വൃക്ഷങ്ങളെ ഫലത്താൽ തിരിച്ചറിയാം. Some people are respectful of Jesus. They use his name. They claim to be connected with him. Religiosity and orthodoxy. They claim that they have active Christian experiences. But the test is going to reveal whether they are true. സത്യമാണോ എന്ന് പരിശോധിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. ഇഫ് യു ആർ എ ക്രിസ്ത്യൻ, യുവർ ഫെയ്ത്ത് വിൽ ബി ടെസ്റ്റഡ്. നിങ്ങളുടെ വിശ്വാസം പരിശോധിക്കപ്പെടും. ഡിയർ വൺസ്, നാം ഒരു പക്ഷെങ്കിൽ ഏറ്റവും കൂടുതൽ ഭക്തിയോടെ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം. ആൻഡ് ദാറ്റ്സ് ഫൈൻ. Even the people at the time of Jesus were so religious. നമുക്കറിയാം, ഒരു കപടഭക്തി അല്ല, ഒരു പരീശനും ഒരു ചുങ്കക്കാരനും കൂടെ പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ച കാര്യങ്ങൾ എന്താ? ചെയ്ത കാര്യമാണ് പ്രാർത്ഥിച്ചത്. അതും ദൈവത്തോട് പ്രാർത്ഥിക്കുക, ചെയ്യുക. They did all the religious stuff, but only one God, righteous in the sight of God. ഒരാൾ മാത്രമേ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് മടങ്ങിപ്പോയുള്ളൂ. എന്താണെന്നറിയാമോ? സ്വർഗത്തിലേക്ക് നോക്കാൻ മടിച്ചുകൊണ്ട് മാറത്തടിച്ചുകൊണ്ട് പറയുക, ദൈവമേ, പാപിയാ എന്നോട് മനസ്സലിയണമേ. Oh Lord, have mercy upon me. I don't have any works to show. I don't have any righteousness of my own. I submit myself before the righteousness of your Son. നിന്റെ പുത്രന്റെ നീതിക്ക് മുമ്പിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. There is a warning. The rich young ruler, he was so close to the eternal life. He came to the right person, but yet he missed it. അവനത് മിസ്സായി. എല്ലാവർക്കും ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. He couldn't enter the true gate, the narrow gate, and through which the narrow way. 2 Corinthians 13:5 it says, test yourself to see if you are in faith. എന്താ ടെസ്റ്റ് ചെയ്യുന്നേ? ദൈവവചനം നിങ്ങളെ ടെസ്റ്റ് ചെയ്യും. സാഹചര്യങ്ങൾ നിങ്ങളെ ടെസ്റ്റ് ചെയ്യും. And when it tests, it will reveal. The word is like a mirror. യാക്കോബ് ലേഖനത്തിൽ പറയുന്നത് അതൊരു കണ്ണാടിയാ. It will reflect your actuality. നിങ്ങളുടെ യാഥാർത്ഥ്യം അത് റിഫ്ലക്റ്റ് ചെയ്യും. As a conclusion, I will say, as we heard the word today, are we willing to submit to the things that have been revealed? ഈ വചനധ്യാനത്തിൽ ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തിയ കാര്യങ്ങൾക്ക് മുൻപാകെ സമർപ്പിക്കുവാൻ നാം ഒരുക്കമാണോ? കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. Are we in the narrow gate and the narrow way? നമ്മൾ ഇടുങ്ങിയ വാതിലിലും ഇടുങ്ങിയ വഴിയിലുമാണോ? How about the fruits in our life? Is it good or bad? നമ്മുടെ ജീവിതത്തിലെ ഫലങ്ങൾ എങ്ങനെയുണ്ട്? അത് നല്ലതാണോ ചീത്തയാണോ? Does our life align with our profession of faith? നമ്മുടെ ജീവിതം നമ്മുടെ വിശ്വാസ പ്രഖ്യാപനവുമായി പൊരുത്തപ്പെടുന്നുണ്ടോ? Are we founded on the rock? നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവിലാണോ? കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്താവ് ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.